നമുക്ക് ബൺ പോലത്തെ ബണ്ണിൻ്റെ ആകൃതിയിലുള്ള ഒരു നല്ല മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ പാൻ ചൂടാക്കാൻ വെക്കുക. പിന്നീട് ഒരു 3 വെളുത്തുള്ളി നെടുവേ മുറിച്ചിട്ട് നമുക്കതൊന്ന് ചൂടാക്കാൻ വെക്കുക കേട്ടോ. ഒരു ടീസ്പൂണോളം എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കണം, വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാണ്, കരിഞ്ഞു പോകരുത്. അതൊന്ന് പതുക്കെ ചൂടായിട്ട് വരുമ്പോഴത്തേനും 4 or 5 വറ്റൽമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങൾക്ക് എരിവിച്ച് നന്നായിട്ട് വേണ്ടവർക്കാണെങ്കിൽ വറ്റൽമുളക് കൂടുതലിടാം കേട്ടോ. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഫുള്ള് നമുക്കൊരു ചെറുജീരകം കൂടി ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും 1 കപ്പോളം തേങ്ങ, ചെറിയൊരു ബൗളിൽ തേങ്ങയും കൂടി ഇട്ട് കല്ലുപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ചെറുതീയിൽ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നീട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പുളി ഇട്ടിട്ടില്ല. പുളി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു പുളി നമുക്കിടാം, പുളിയുടെ ആവശ്യം വേണമെങ്കിൽ. ഇനി പുളി ഇട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് നൈസായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നമുക്ക് ആവശ്യത്തിന്, ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ മതി പൊടി കേട്ടോ. നന്നായിട്ട് പതച്ചെടുക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു നല്ല ചെറിയൊരു കുഴിഞ്ഞ പാത്രം, നോൺ സ്റ്റിക്കറിൻ്റെ ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെച്ച് ഈ വച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് അതിൽ മുട്ടയുടെ ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് കാണിക്കണം കേട്ടോ. പിന്നീട് നമുക്ക് മറിച്ചിടണം. നല്ല പൊങ്ങി നല്ല ബണ്ണിൻ്റെ ഷേപ്പിലുള്ള മുട്ട നമുക്ക് കിട്ടും. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ മസാലയ്ക്ക് നല്ലൊരു മണവും നല്ല രുചിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.